ഹലോ വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഞാനില്ല പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഉച്ചക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരു കഴിച്ചിട്ട് ടിഫിന് കാലിയാക്കിയിട്ട് വരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരു കിച്ചടിയാണിത്. അപ്പോൾ ഇത് ഞാൻ നെയ്ച്ചോറിൻ്റെ അരിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഗീ റൈസിലാണ്. അപ്പോൾ അത് നമുക്ക് നേരെ ഞാൻ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതില്ലേ ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയതാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 2 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബേ ലീവ്സും ഒരു ഏലക്കയും ഒരു ചെറിയ കഷ്ണം പട്ടവും പിന്നെ ഒരു നക്ഷത്രക്കുത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ട് നല്ലൊരു ബ്രൗണിഷ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറുതായിട്ടുള്ള ഒരു 2 ടൊമാറ്റോ ഇല്ലേ, അത് ഞാനിങ്ങനെ മിക്സിയിൽ അരച്ചിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും ഫ്രൈ ആക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഓയിലൊക്കെ റിലീസ് ആവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കുക്കാക്കുന്നത്. കാരണമില്ലേ, ടൊമാറ്റോയുടെ ആ ഒരു പച്ചമണമൊക്കെ അതിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി മതി. എന്നിട്ട് ഇതിലേക്കല്ല ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ചിക്കൻ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1.5 ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതില്ലേ ചെറുപയറിൻ്റെ പരിപ്പായിട്ടോ, ഇതൊരു കുറച്ചാണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരുപാടൊന്നും വേണ്ട. ഞാനിതിലിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും നല്ലോണം ക്ലീൻ ആക്കി കൊടുക്കാം. എന്നിട്ട് അതും കൂടി കുക്കറിലിട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ 1 കപ്പാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ടുള്ളത്, ഗീ റൈസ്. അതിലേക്ക് നമ്മൾ 1.5 കപ്പല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ കുക്കറിലൊക്കെ വേവുമ്പോൾ. പക്ഷേ ഇതിലില്ല, ഇത് കുറച്ച് കിച്ചടി ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാനിതിലേക്കില്ലേ 2 കപ്പ്, 1 കപ്പ് അരിക്ക് 2 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം തിളപ്പിച്ചിട്ടില്ലേ അരിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 വിസിലാക്കിയിട്ട് ഓഫാക്കുക. തീ ഹൈയിൽ വെച്ച് കൊടുത്തിട്ടാണ് 2 വിസിലാക്കിയിട്ട് ഓഫാക്കുന്നത്. എന്നിട്ട് ഫുള്ളായിട്ട് അത് ദമ്മ് പോയതിന് ശേഷം, കാരണം ഇല്ലേ കിച്ചടി എന്ന് പറയുന്നത് കുറച്ച് വെന്ത് ഉടഞ്ഞിട്ടുള്ള റൈസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫുള്ള് ദമ്മ് പോയതിന് ശേഷമേ ഇത് ഓപ്പൺ ആക്കാവൂ. അങ്ങനെ ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ദമ്മിലാണുള്ളത്. ഇനിയിപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഓപ്പൺ ആക്കാമേ. ഇപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല റൈസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കുട്ടികൾ പറഞ്ഞത് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ. അത് വന്നിട്ട് വൈകിട്ട് അവർ കേൾക്കണം കേട്ടിട്ടുണ്ടായിരുന്നു അത് ബാക്കിയുണ്ടോയെന്നു. പക്ഷെ ഇത് കറക്റ്റ് 3 ടിഫിനിലേക്കുള്ള അളവായിരുന്നു. 1 കപ്പ് അരിയിൽ പിന്നെ കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ കുട്ടികളെ ലഞ്ച് ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു ആക്കിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി ഒന്ന് സപ്പോർട്ടാക്കണേ. ഞാനിപ്പോൾ ഇത് ചൂടോട് നല്ല ടേസ്റ്റാക്കി നോക്കുക, നല്ല അടിപൊളി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ റെസിപ്പി ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ആക്കാം. അപ്പം ഞാൻ നേരത്തെ പറയുമ്പോൾ എപ്പോഴും പറയുമ്പോൾ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. എൻ്റെ റെസിപ്പി എങ്ങനെയുണ്ടെന്നും കൂടി പറയാം. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ആക്കാം. താങ്ക് യു, ബൈ.